ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന് പായസത്തിനുള്ള ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 250 ഗ്ലാസ് അരിപ്പായസത്തിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അരിയും ഉണങ്ങല്ലരിയും ചെറുപയർ പരിപ്പൊക്കെ വെച്ചിട്ടുള്ള പായസമല്ലേ, അങ്ങനത്തെ പായസത്തിന് കേട്ടോ. വൈകുന്നേരം കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും തീർന്ന് ചോറും ആയിട്ടുണ്ട്, കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ ചിഞ്ചുമോള് പൊരിക്കാന്ന് പറഞ്ഞാണ്ട് ഓള് മീൻ പൊരിക്കണമൊക്കെ ഉണ്ട്, മീനൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പായസത്തിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഈ തേങ്ങ ചിരകാനും ഇതിൻ്റെ പാലെടുക്കാനും കുറേ സമയമെടുക്കും എനിക്ക് കേട്ടോ. എല്ലാവർക്കും അത്ര പണിയൊന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കൊടുക്കാനായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പായസത്തിൻ്റെ പരിപാടിക്കൊക്കെ നിന്ന്. അപ്പോൾ ആ തേങ്ങയൊക്കെ ഞാൻ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് ആദ്യം. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് വെള്ളമൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിന് കേട്ടോ. ലാസ്റ്റ് ഞാൻ പൊട്ടിച്ച തേങ്ങ കേടായിപ്പോയി. ആ വെള്ളം അതിക്ക് ആയപ്പോൾ പിന്നെ ആ വെള്ളം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുട്ടിയാണെങ്കിൽ ആ ഒരു തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനെ ചുറ്റിയും പറ്റിയും നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല വെള്ളേനും. അപ്പോൾ പിന്നെ ഞാൻ വേറെ പുറത്തേക്കൊന്നും കാട്ടിയതുമില്ല, അവയ്ക്ക് തന്നെ ആക്കുകയും ചെയ്ത്. അങ്ങനെ എന്തായാലും തേങ്ങയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പഴക്കൊല നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. പഴക്കൊല ഇന്നലെ നാത്തൂനൊക്കെ കുറച്ച് കൊടുത്തു. ഇനിയിപ്പോൾ തറവാട്ടുക്കും ഉമ്മാക്കും അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗം പഴുത്ത് വരുന്നുള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് ഞാൻ പശുവിൻ പാലും ചേർക്കുന്നുണ്ട്. പിന്നെ അരിപ്പായസത്തേക്ക് തേങ്ങാപ്പാലാണ് ശരിക്കും ചേർക്കുക. ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന പരിപാടി കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പശുവിൻ പാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിട്ടോ മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് അങ്ങനെ അടിച്ചെടുത്ത് പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ആണ് കേട്ടോ ഉള്ളത്. 1-ാം പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള പാലാക്കി എടുത്തിട്ട്. പിന്നെ ഇത് 2-ാം പാലാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ അരി വേവിക്കണത്. അതൊറ്റക്കല്ല, അതിൻ്റെ 2 ഇരട്ടി വെള്ളവും കൂട്ടും കേട്ടോ. അപ്പോൾ 2 കിലോ ചെറുപയർ പരിപ്പും വാങ്ങിയിട്ടുണ്ട്, 2 കിലോ ഉണങ്ങല്ലരിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 250 ഗ്ലാസ് പായസമാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇതിക്ക് ശർക്കര ഞാൻ 4.5 കിലോ ശർക്കരയാണ് ഫസ്റ്റ് ഉരുക്കിയെടുത്തത്. പിന്നെ ഒരു 1/2 കിലോനും കൂടെ ചേർത്ത് 5 കിലോ ശർക്കര കേട്ടോ ശരിക്കും വേണ്ടത്. അപ്പോൾ ഇനി വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തേ പിന്നെ ഇതേപോലെ കുറച്ചധികമൊക്കെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അളവറിയില്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ 2 കിലോ ഉണങ്ങല്ലരിയാണ്. അത് ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ അരിയാണ് കേട്ടോ. അപ്പം അധികം സമയമൊന്നും വേണ്ടി വരില്ല വേവാൻ. അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് കുതിരും ചെയ്തോളും, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളും. പിന്നെ എത്ര തോനെ പായസമൊക്കെ ഫസ്റ്റാട്ടോ ഞാൻ ഉണ്ടാക്കണത്. സേമിയ പായസം ഉണ്ടാക്കിയിരിക്കണ കുറച്ചധികമൊക്കെ പിന്നെ എനിക്ക് ഓർഡറൊക്കെ കിട്ടലുണ്ട് സേമിയ പായസത്തിന്. അരിപ്പായസത്തിന് ഇപ്പോൾ ഫസ്റ്റാട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് അരി കഴുകി വെച്ചിട്ടോ. പിന്നെ അടുപ്പ് കത്തിച്ച് നമ്മളെ ബിരിയാണി ചെമ്പാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അടി കട്ടിയുള്ള പാത്രം ആവണം, അല്ലെങ്കിൽ അരിയൊക്കെ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ ഞാനേതായാലും കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ചെമ്പക്ക്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ 2-ാം പാൽ, ആ പാൽ അതിക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പാൽ കുറച്ച് കട്ടി കുറവാകണം. നല്ല കട്ടിയുള്ള പാലായി കഴിഞ്ഞാൽ പിരിയും. അപ്പോൾ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ കട്ടി കുറക്കാൻ വേണ്ടിയിട്ടാട്ടോ 2 ഇരട്ടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വെള്ളം തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. പിന്നെ ശർക്കര ഇത് 4.5 കിലോ ശർക്കര കേട്ടോ ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇത് ഉരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്യാസുമ്മ വെക്കാം. അപ്പോൾ അത് ഞാനൊരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾ അവിടെ ചോറൊക്കെ ഉണ്ടാക്കി വാഴൻ്റെലിയിലൊക്കെ പൊതിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞാണ്ട് ഓരെന്നെ വാഴൻ്റെലിയിൽ പൊതിയുന്നുണ്ട്. അപ്പോൾ മീൻ വറുത്തതും അതേപോലെ സോയാബീനും പിന്നെ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിനി, അതൊക്കെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ. പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് വാഴൻ്റെലിയിൽ കെട്ടിപ്പൊഴിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മക്കളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഓരോ വയറ് എങ്ങനെയെങ്കിലുമൊക്കെ നിറച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു സമാധാനമാണ്. അപ്പോൾ ഓരോ പരിപാടി എടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പരിപാടി എടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിക്ക് ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വേഗം ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നിന്നാൽ സമയം പോണത് അറിയില്ല കേട്ടോ. തേങ്ങാപ്പാൽ പിഴിയാൻ തന്നെ കുറേ സമയം എടുത്തിക്കണം എനിക്ക്.
അപ്പോൾ എന്താ സമയത്തിനാവണം എന്നുണ്ടെങ്കിൽ ഓരോന്നും എളുപ്പം ചെയ്യണമല്ലോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നിൽക്കാതെ അതിൻ്റെ ഇടയിൽ കൂടെ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇവിടെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉരുക്കി കിട്ടിക്കോളും. ഇതൊന്ന് പൊടിച്ചു കൊടുത്താലൊക്കെ മതി, എന്നാൽ പെട്ടെന്ന് ഉരുക്കി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനവിടെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 2 ലിറ്റർ പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പശുവും പാലും 2 ലിറ്റർ എടുക്കുന്നുണ്ട്. അതും ഒന്ന് പിന്നെ കാച്ചാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഇട്ട പായസം ഉണ്ടാക്കുമ്പോൾ പശുവും പാൽ ചേർത്താൽ എന്താ പിരിയുമെന്ന് പറയണ കേൾക്കുക, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പായസം കോളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പശുവും പാൽ ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തേങ്ങാപ്പാൽ ചേർക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പാൽ, ഈ കുപ്പിപ്പാലാട്ടോ എനിക്ക് കിട്ടിയത്. നല്ല കട്ടിയുള്ള പാലാണ്. ഇത് കാച്ചുമ്പോഴും തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും, ആ കഞ്ഞ സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കാൻ മഞ്ചുമോളാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഓൾ ഇളക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഇതാ ഒരു വിധമൊക്കെ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട് ഉരുകി വരാൻ. അപ്പോൾ ഇത് ഉരുക്കി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുക്കണം. അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് ഉണ്ടാക്കണം. അങ്ങനെ ഉള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളും കൂടെ ഉണ്ടായതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ കൊണ്ട് കഴിയുന്നതൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ നമുക്കും തന്നെ ഇങ്ങനത്തെ ജോലികളൊക്കെ കിട്ടുമ്പോൾ അത് വേണ്ടാന്ന് വെക്കാൻ തോന്നൂല. കാരണം എല്ലാവരും കൂടെ ആകുമ്പോഴേ എളുപ്പത്തിൽ കഴിയും ചെയ്യും. പിന്നെ നമുക്ക് പൈസയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും. നമുക്കിപ്പോൾ ജീവിക്കണമെങ്കിൽ പൈസയാണല്ലോ വേണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളില്ലാതെ നിൽക്കില്ല. അപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാം. ആരോട് ചോദിക്കും വേണ്ട. നമ്മളെ കയ്യിലുണ്ടാവുമ്പോൾ അതൊരു അതൊരു സന്തോഷമാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം നല്ല സന്തോഷം തന്നെയാണ്. ഇനി കുട്ടികൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങാപ്പോൾ പൈസ ഇല്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അമ്മച്ചിൻ്റെ അടുത്ത് ഉണ്ട്, എന്നാൽ പോയി വാങ്ങിക്കോ എന്ന് പറയാം. അത് നമ്മൾ ഹസ്ബൻഡുമാർ നമുക്ക് തരായിട്ടോ അതൊന്നും അല്ല കേട്ടോ. ഓരയക്കണ പൈസ കൊണ്ട് നമ്മൾ വേറെയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മളെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികളോടും അത് വാങ്ങിത്തരില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു പറയുന്നതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കും ഒരു മനസ്സിന് തന്നെ ഒരു സംതൃപ്തിയാണല്ലോ. അപ്പോൾ ഒക്കെ അറിഞ്ഞിട്ടൊന്നുമല്ല ചെയ്യണത്. അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. നമുക്കൊരു ധൈര്യം വേണം, അതേപോലെ ഒരു ഇഷ്ടവും വേണം. ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുമ്പം അത് എന്താണെങ്കിലും അത് നന്നാവും ചെയ്യും. അതിനൊരു ബർക്കത്തും ഉണ്ടാവും. എൻ്റെ വിശ്വാസം കേട്ടോ ഞാൻ പറയണത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നാവും. അതേപോലെ തന്നെ ഒക്കെ ഉഷാറാവും ചെയ്യും. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി മാറ്റി വെച്ചിട്ടോ. പിന്നെ അടുപ്പത്ത് ചെറുപയർ പരിപ്പ് പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം വെച്ചിനല്ലോ ഇവിടെ. അപ്പോൾ അത് നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ടായിന്. അപ്പോൾ അരി കഴുകി വെച്ചതാണല്ലോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതവിടെ കടന്നിട്ട് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം അടി പിടിക്കും, ചെറിയ അരി ആയതുകൊണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പ് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കണത്. ഇല്ലെങ്കിൽ എല്ലാം കൊണ്ട് ശരിക്ക് വറുവായി കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കരിയണ പേടിയില്ല. പിന്നെ അതേപോലെ ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മക്കളുണ്ട് കേട്ടോ ഇവിടെ, ഓരോട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞാൽ ഓരോ ഇളക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കണ്ണ് അപ്പുറത്തേക്കും വേണം ഇപ്പുറത്തേക്കും വേണം എല്ലായിടത്തേക്കും വേണമല്ലോ. പിന്നെ ചെറുപയർ പരിപ്പ് വറുത്തപ്പോൾ ഞാൻ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചട്ടിയിലിട്ടാണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാനും കിട്ടും. പയർ നല്ലോണം വേവും ചെയ്യുക. വറുത്ത ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതിനാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. പിന്നെ അതാ നമ്മളെ അരിയൊക്കെ ഇട്ട് കൊടുത്താലേ, അപ്പോൾ ഞാനതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത്. അരിപ്പോൾ ഒരു പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഉണ്ടാവുമ്പോഴേ നല്ല കനമുള്ള ചെമ്പ് ആകുമ്പോൾ എളുപ്പം വേവും. പിന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്ത് വെച്ചിരുന്നല്ലോ, അത് ഞാൻ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു പയറും വെന്ത് വരണം. അരിയുണ്ട് കുറച്ച് വേവാൻ. അപ്പോൾ അത് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാനിങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കുക. അടച്ചു വെച്ചാലേ ചെറുപയർ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ചെറുപയർ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താലൊക്കെ മതി. ഞാൻ പിന്നെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ്.
അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ ആൾക്കാരും കാറ്ററിംഗ് ഒക്കെ ആദ്യം ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ അരിപ്പായസം ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില റെസിപ്പീസൊക്കെ എനിക്ക് ഇതേപോലെ കമൻറ്റ് ബോക്സിലൂടെ കിട്ടലുണ്ട്. അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരലുണ്ട് കേട്ടോ. ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരലുണ്ട്. അങ്ങനെ അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും അറിയില്ലേന് കേട്ടോ, ഒരു 250 ഗ്ലാസ് പായസത്തിന് എത്ര അരിയും എത്ര ചെറുപയർ പരിപ്പൊക്കെ എടുക്കണം എന്നുള്ള കാര്യമൊന്നും എനിക്ക് ശരിക്കും അറിയില്ലേന്. ഞാൻ സാധനം വാങ്ങിയപ്പോൾ ആ കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ ഈ ചോറൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, വലിയ പണ്ടാരികളുണ്ടാവുമല്ലോ, ഓരോട് വിളിച്ച് ചോദിച്ചിട്ട് ഒരു പറഞ്ഞെന്ന അതിനനുസരിച്ചിട്ടാട്ടോ ഞാൻ സാധനങ്ങൾ വാങ്ങിയത്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ കുറച്ചൊക്കെ ഒന്ന് വേവ് ആയി കഴിഞ്ഞാൽ പിന്നെ തീ വല്ലാതെ കത്തിക്കേണ്ട ആവശ്യമില്ല. അടുപ്പിൽ നല്ലോണം കനലുണ്ട് കേട്ടോ, ചിരട്ടയൊക്കെ ഇട്ടതുകൊണ്ട്, ചിരട്ടയും ചകിരി ഇട്ടതുകൊണ്ട് നല്ല കനലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ തീ വല്ലാതെ കത്തിച്ച് കൊടുക്കണില്ല, അതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. പരിപ്പ് ഇനി ഉണ്ട് കേട്ടോ വേവാൻ, ഒരു പകുതി വേവൊക്കെ ആയിട്ടുള്ളൂ. നല്ലോണം ഒന്ന് വെന്ത് വരണം, അപ്പോഴുള്ളൂ പായസം ഒന്ന് കുറുകി കിട്ടുക. പിന്നെ ഈ ഒരു ചെമ്പിന് ഞാൻ അളന്ന് നോക്കിനി കേട്ടോ, വെള്ളമൊക്കെ അളന്ന് നോക്കിനി എത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു 300 ഗ്ലാസിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ ഒരു ചെമ്പിന് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. നല്ലോണം നിറക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളന്നൊന്നും നോക്കാൻ നമുക്ക് കണക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ അളന്നൊക്കെ നോക്കി, ഞാൻ അങ്ങനെ കേട്ട കാട്ടിൽ അങ്ങനെ അളന്ന് നോക്കും, വെള്ളം അളന്ന് നോക്കും, അപ്പോൾ എത്ര വെള്ളം കൊള്ളും എന്നൊക്കെ ഉള്ളത്. പിന്നെ പായസത്തിൻ്റെ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആയിക്കാരല്ലോ, അത്ര വലിയ വലിപ്പമുള്ള ഗ്ലാസ് ആവില്ലല്ലോ. അപ്പോൾ ഇതാ നെയ്യൊക്കെ ചേർത്താണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ കത്തിക്കൂല കേട്ടോ, ഇത് എന്നാൽ തന്നെ തിളക്കുന്നുണ്ട്. തീ കത്തിക്കണില്ലെങ്കിലും കനലുണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ ഗ്യാസ് മേലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. RKGൻ്റെ നെയ്യാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കൊത്തിന്. കുട്ടികൾ അരിഞ്ഞ് തന്നതാണ്, കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ പായസത്തിൽ നിന്ന് കിട്ടുമ്പോൾ. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക, എന്നിട്ട് ഈ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കണമെന്നില്ല കേട്ടോ, ആ ഒരു നല്ലോണം ഗോൾഡൻ കളർ ആക്കി എടുക്കണമെന്നില്ല. അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിത് കോരി മാറ്റണത്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നെയ്യിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റിയാലും ആ ഒരു ചൂടുണ്ടാവുമല്ലോ തേങ്ങക്ക്, അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കളർ മാറും കുറച്ച് കഴിയുമ്പോഴത്തേന്. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തു. അതും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് വെച്ചാൽ നമുക്കിത് ഇട്ട് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇത്. ഇപ്പോൾ ഗ്യാസുമ്മലും കുക്കിങ്ങാണ്, പുറത്തും കുക്കിങ്ങാണ്. അപ്പോൾ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം. അപ്പോൾ ഇതും കരിയാൻ പാടില്ല അതും കരിയാൻ പാടില്ല. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മളെ കണ്ണെത്തും വേണം. ഒന്ന് പാളിപ്പോയാൽ കഴിഞ്ഞിട്ടോ. നല്ല ശ്രദ്ധ വേണം. പിന്നെ കുറച്ച് നേരത്തെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാവധാനം നമുക്ക് ചെയ്യും ചെയ്യാം. ഇത് ധൃതി പിടിച്ച് ചെയ്യുമ്പോഴാണൊക്കെ കൊളാവുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ അധികം അങ്ങനെ തന്നെ കേട്ടോ കാട്ടിൽ. കുറച്ച് നേരത്തെ തുടങ്ങും, എന്നാൽ പിന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല, ആക്കം പോലെ അങ്ങനെ എടുക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് അതും ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പായസത്തേക്ക് ചുക്കുപൊടിയും അതേപോലെ തന്നെ ഏലക്കാപ്പൊടി, നല്ല ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ ചേർക്കണം. അപ്പോൾ ഇതാ ചുക്കുപൊടി ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഏലക്കായി ഞാൻ ഇവിടെ പൊടിച്ചെടുത്തതാണ്, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ചുക്കുപൊടി ഞാൻ കുറച്ചെടുത്തിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടിയാണ് കേട്ടോ കുറച്ച് അധികം എടുത്തിട്ടുള്ളത്, അതിൻ്റെ ടേസ്റ്റാണ് നല്ലോണം മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് അധികം എടുത്തു. പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അത്. അപ്പോൾ അതാ പായസം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ വറ്റി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പും അരിയും നല്ലോണം വെന്തിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ വേവൂല. ശർക്കര ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വേവൂലല്ലോ. അപ്പോൾ ഇതാ ഇപ്പം പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അരി കുറച്ച് നേരത്തെ തന്നെ വെന്തിട്ടുണ്ട്, പയറും ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചുക്കുപൊടിയൊക്കെ എടുത്ത് വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഫ്ലേവറും കുറേശ്ശെ അങ്ങനെ നിന്നോട്ടെ. ചുക്കുപൊടി കുറച്ച് അധികം എടുത്തുക്കണം കേട്ടോ, ചുക്കുപൊടിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിനല്ലോ, അതൊക്കെ ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മതി, തോനെ വേണ്ട. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ അടുത്തുള്ള ശർക്കര ഞാൻ ഇപ്പോൾ ഉരുക്കി വെച്ച ശർക്കര ആണല്ലോ, അത് കുറച്ച് കളറ് കുറവാട്ടോ. നല്ല കറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും പായസത്തിന്. ഇത് വലിയ കളറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഇത് 4.5 കിലോ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം മധുരം ഉണ്ട്, അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പാലൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ ഇനി മധുരം കുറച്ച് കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1/2 കിലോ ശർക്കരയും കൂടെ ഉരുക്കാൻ വെച്ചിട്ടോ വേഗം. അപ്പോൾ അത് ഇതാ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കറുത്ത ശർക്കര കേട്ടോ, നല്ല കട്ടിയുള്ള ശർക്കര ഉണ്ടല്ലോ, അതാണ്. ഇതിവിടെ വീട്ടിലത്തെ ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ചതേനി. അപ്പോൾ അത് ഞാൻ ഉരുക്കാണ്ട് അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കുക, അതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അടുപ്പിൽ തീ നിങ്ങൾക്ക് കാണായിട്ടാട്ടോ, നല്ലോണം കനലുണ്ട് അടുപ്പിൽ. ഇത് തിളക്കണമുണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ ഇനി നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാൽ എടുത്ത് വെച്ചത്, ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടേന്. കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാൽ എടുത്ത് വെച്ചത്, അത് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ പശുവും പാൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി ആ ഒരു പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒന്നുകൊണ്ട് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ പശുവും പാൽ നമ്മൾ കാച്ചിയതാണല്ലോ, ആ കാച്ചിയ പാലും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പായസം നല്ലോണം കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഇപ്പം ഇത്ര പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് കുറുകി വരും, നല്ലോണം നല്ലോണം വെന്തിക്കണ്. എന്നാലും ചൂടാറുമ്പോഴേ ഒന്നും കൂടെ കുറുക്കും പായസം. അപ്പോൾ പശുവും പാൽ ചേർത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പായസം പിരിഞ്ഞ് വരെ ഒന്നും ആയിട്ടില്ല, ഒരു കുഴപ്പമില്ല. ചെറിയൊരു പേടി ഉണ്ടായിനി, പശുവും പാൽ ചേർത്താൽ പായസത്തിന് എന്തെങ്കിലും പറ്റുമോ പിരിയോ എന്നൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിന് കേട്ടോ ഉള്ളിൽ. അതാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തതും. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ ലാസ്റ്റ്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ഇതിക്കൊന്നാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും എനിക്കൊരു മടിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ചക്ക് റെസ്റ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് ഉണ്ടാവലില്ല. എന്നാലും ഞാൻ ഇങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ സ്വീകരിക്കലും ഉണ്ട്. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മടിയില്ല കേട്ടോ. പക്ഷേ എന്താ അറിയോ, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാനും അതേപോലെ നമുക്കിത് മേലേക്ക് കൊണ്ടുപോകാനും അതിനാണ് വലിയ പാട്. വെയിറ്റ് താങ്ങൂല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിഞ്ചുമോളെ വിളിച്ച്. ചിഞ്ചുമോൾ പറഞ്ഞാൽ ഞാൻ പിടിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതിൽ വന്നൊക്കെ ചെയ്തിട്ടോ. പക്ഷേ ഓളൊരു തല പിടിച്ചപ്പോഴത്തിന് ഓള് കുഴങ്ങിക്കണം. ഓള് പറഞ്ഞ് ഉമ്മച്ചി ഏത് വിഗുവാവോ പറഞ്ഞാണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഉമ്മ എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പം ഉമ്മ വന്ന്. ചിഞ്ചുമോളെ മാത്രം പറയല്ല, എനിക്കും തന്നെ എൻ്റെ ഭാഗം തന്നെ എനിക്ക് പൊന്തണില്ല. പിന്നെ ഇപ്പോൾ ഓളെ ഭാഗം പറയണ്ടല്ലോ. ഒന്നാമത് എന്താ പറയുക, ഈ ഒരു ചെമ്പും തന്നെ നല്ല വെയിറ്റാണ്. പിന്നെ പായസം ഇല്ല ഇതിൽ അത്യാവശ്യം. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉള്ളൂ കേട്ടോ ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ കുടുങ്ങലൊന്നുമില്ല. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേന് അമ്മ വന്ന് കഴിഞ്ഞേക്ക് പിന്നെ നാത്തൂൻ്റെ മക്കളൊക്കെ വന്ന്. അപ്പോൾ ഇത് മേലേക്ക് കൊണ്ടുപോകാനും എടുത്തേക്കാനൊക്കെ ഓരും കൂടി തന്നിട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ രണ്ടാളും ഇത് പിടിച്ച് ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ആ കല്ലുമ്മന്ന് ഒന്നും ഇങ്ങോട്ട് തെന്നിട്ടോ. അപ്പം ഉമ്മച്ചി ഇതിപ്പോൾ വിൽക്കാനയക്കണതാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും താങ്ങി പിടിച്ച് നിന്ന്. ഏതായാലും ഉമ്മ വന്നതുകൊണ്ട് പിന്നെ ഉമ്മ പിടിക്കാൻ കൂടി. മേലേക്ക് വെക്കാൻ നാത്തൂൻ്റെ കുട്ടിയും ഇളച്ചൻ്റെ കുട്ടിയൊക്കെ കൂടിയിട്ട് അങ്ങനെ മേലേക്ക് കൊണ്ടുവെക്കൽ പോലെ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളെ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉഷാറാക്കി ഉണ്ടാക്കാം. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവരും കഴിച്ചോലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.